രാജ്യത്ത് പുതുതായി പുറത്തിറങ്ങുന്ന സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർ സാഥി ആപ്പ് ഇൻബിൽറ്റായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശത്തെ ചൊല്ലി കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും നേർക്കുനേർന്ന ദിവസമാണിന്ന്. മൊബൈൽ നിർമ്മാണ കമ്പനികൾക്ക് കേന്ദ്രം നൽകിയ നിർദ്ദേശം പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന നടപടിയെന്നും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നു. ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ ആപ്പ് ആവശ്യമില്ലാത്ത ഉപഭോക്താക്കൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനാകുമെന്ന വിശദീകരണവുമായി കേന്ദ്ര സർക്കാരും എത്തി. എന്താണ് സഞ്ചാർ സാഥി? ഇത് മറ്റൊരു പെഗാസസ് ആകുമോ? ജനങ്ങൾക്ക് സൗകര്യമൊരുക്കാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് സഞ്ചാർ സാഥിയിലൂടെ കേന്ദ്രം നടപ്പാക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. വാക്കുകളിലേക്ക്. ജനങ്ങൾക്ക് സൗകര്യമൊരുക്കാനെന്ന വ്യാജേന സാധാരണക്കാരൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയൂ എന്നുള്ളൊരു സംശയമില്ല. മാത്രമല്ല, ഇതൊക്കെ പൗരാവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ്, സ്വകാര്യതയ്ക്കെതിരെയുള്ള കടന്നാക്രമണമാണ്. സുപ്രീം കോടതി നിഷ്കർഷിച്ച ചട്ടങ്ങൾക്കെതിരായിട്ടുള്ള കാര്യം. പൗരന്റെ സ്വകാര്യതയ്ക്ക് മേലുള്ള ഗൗരവകരമായ കടന്നുകയറ്റമാണ് സഞ്ചാർ സാഥി ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നിർദ്ദേശമെന്ന് ജോൺ ബ്രിട്ടാസ് MP ആരോപിച്ചു. പൗരന്മാരുടെ തലയിൽ ചിപ്പ് ഘടിപ്പിക്കാൻ കൂടിയേ ബാക്കിയുള്ളൂവെന്നും ജോൺ ബ്രിട്ടാസ് ആരോപിച്ചു. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു നിരീക്ഷണ രാഷ്ട്രം, അതായത് സർക്കാരിൻ്റെ നിരീക്ഷണത്തിലുള്ള രാഷ്ട്രമാക്കി മാറ്റുകയാണ്. ഇത് അമേരിക്കയിലൊക്കെ ഉള്ള ക്രിമിനൽ പുള്ളികൾ പരോളിന് പോകുമ്പോൾ അവരുടെ കാലിൽ ആംഗിൾ മോണിറ്റേഴ്സ് ഇടും, അതല്ലെങ്കിൽ കോഡൽ ബെൽറ്റ് ഇടും. യഥാർത്ഥത്തിൽ ഒരു ബ്രെയിൻ ചിപ്പും കൂടി വെക്കുന്നതാണ് ഈ വഴിക്ക് പോവുകയാണെങ്കിൽ അഭികാമ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളുടെ സ്വകാര്യതയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇത് എന്ന് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി. Clearly, it's ridiculous. Now, where else do they want to, citizens have their right to privacy. Even all of you must be having a right to privacy to send your own messages to family, friends without the government looking at everything. There should be an effective system to report fraud. Definitely, there's a need for cybersecurity, but that doesn't mean that it gives you an excuse to go into every citizen's telephone. I don't think any citizen would be happy. പ്രതിപക്ഷം വിമർശനം ഉയർത്തിയതിന് പിന്നാലെ സഞ്ചാർ സാഥി ആപ്പ് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനാകുമെന്ന് വ്യക്തമാക്കി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ രംഗത്തെത്തി. സുരക്ഷ മുൻനിർത്തിയാണ് ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. ഉപഭോക്താവിന് ആപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. इसके आधार पर ना कोई स्नूपिंग है, ना कोई कॉल मॉनिटरिंग है. अगर आप चाहते हो तो इसको आप एक्टिवेट करो. अगर आप नहीं चाहते तो इसे एक्टिवेट मत करो. अगर आप इसको अपने फोन पे रखना चाहते हो तो रखो. अगर आप इसको डिलीट करना चाहते हो तो डिलीट करो. जिस तरीके से उदाहरण के तौर पर സൈബർ തട്ടിപ്പ് തടയുക എന്ന ലക്ഷ്യത്തോടെ 2023 ടെലികോം വകുപ്പ് വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണിത്. നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാം, ട്രാക്ക് ചെയ്യാം. ഇതുവരെ 7 ലക്ഷത്തിലധികം ഫോണുകൾ വീണ്ടെടുക്കാൻ ആപ്പ് സഹായകമായി എന്നാണ് കേന്ദ്രം പറയുന്നത്. വാങ്ങുന്ന ഹാൻഡ്സെറ്റ് ഒറിജിനലോ വ്യാജമോ എന്ന് IMEI നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കാം. സംശയാസ്പദമായ കോളുകളോ സന്ദേശങ്ങളോ റിപ്പോർട്ട് ചെയ്യാൻ സംവിധാനമുണ്ട്. നിങ്ങളുടെ ID കാർഡ് ഉപയോഗിച്ച് എത്ര സിം കാർഡുകൾ ഉണ്ടെന്നറിയാം. ആവശ്യമില്ലാത്തവ റദ്ദാക്കുകയും ചെയ്യാം. കേന്ദ്രം സഞ്ചാർ സാധി നിർബന്ധമാക്കുന്നു എന്നതാണ് വിവാദങ്ങളുടെ അടിസ്ഥാനം. ഇന്ത്യയിൽ വിൽക്കുന്നതിനായി നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ എല്ലാ പുതിയ ഫോണുകളിലും പ്രീ ഇൻസ്റ്റാൾ ചെയ്യണം ഈ ആപ്പ് എന്നുള്ളതാണ് നിബന്ധന. 90 ദിവസത്തിനകം നടപ്പാക്കാനാണ് മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾക്ക് കേന്ദ്ര നിർദ്ദേശം. പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള ഉപാധിയായി മാറുമോ, സ്വകാര്യതാ ലംഘനമാകുമോ എന്നതെല്ലാമാണ് ഇപ്പോഴത്തെ ആശങ്ക. ചാര സോഫ്റ്റ്വെയർ പെഗാസസുമായാണ് സഞ്ചാർ സാധിയെ വിമർശകർ താരതമ്യം ചെയ്യുന്നത്. പെഗാസസ് ഉടമ അറിയാതെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി നുറഞ്ഞു കയറി വിവരങ്ങൾ ചോർത്തും. മെസ്സേജുകൾ, ഇമെയിലുകൾ, കോൺടാക്റ്റുകൾ, ലൊക്കേഷൻ, കോൾ റെക്കോർഡുകൾ എന്നിവയൊക്കെ ചോർത്താനാകും. സഞ്ചാർ സാധി ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്താലും വിവരങ്ങൾ ചോർത്തിയേക്കുമെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. സെനറ്റ് ഇതിപ്പോൾ ഇദ്ദേഹം ജ്യോതിരാദിത്യ സിന്ധ്യ അതിനെക്കുറിച്ച് വളരെ ലളിതമായി വിശദീകരിക്കുന്നുണ്ട്. അത് ഡിലീറ്റ് കരോ എന്ന് പറയുന്നുണ്ട്. ഇത് ഡിലീറ്റ് കരാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത് പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, അത് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. ഇതിങ്ങനെ കേന്ദ്ര സർക്കാർ ഈ നിലയിൽ വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ്, നിങ്ങളെല്ലാം ഇത് ഇൻസ്റ്റാൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പോരെ. അതിന് പകരം പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിൻ്റെ ഉദ്ദേശം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. അതാണ് ഇതിനെ വലിയ ഒരു വാർത്തയാക്കിയത്. നേരത്തെ സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാലങ്ങളിലൊക്കെ ജനം അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ഒരു ആപ്പ് എന്തോ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ
ഡാറ്റയോ മറ്റോ എന്തായിട്ടുള്ള, അപ്പോൾ അതെല്ലാവരും നമ്മളെല്ലാവരും നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തു, പലരും ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോഴേ ഈ PF-ഉമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില കേന്ദ്ര സർക്കാർ ആപ്പുകളുണ്ട്, എല്ലാവരും എടുക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ചില ആപ്പുകൾ നമ്മളെ ഇങ്ങോട്ടേക്ക് ഡൗൺലോഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നു എന്നിടത്താണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയത്. അതായത് അതെങ്ങനെയാണ് എല്ലാവരുടെയും, ഇപ്പം നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഫോൺ എന്ന് ഏതെങ്കിലും ഒരു ഫിസിക്കൽ വസ്തു പുറത്തുള്ളൊരു സംഗതി എന്നല്ല, നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നതാണ്. എൻ്റെ ഈ ഫോൺ ഞാൻ തന്നെയാണ്, ഹർഷൻ്റെ ഫോൺ ഹർഷൻ തന്നെയാണ്. അതില്ലാതെ പണ്ട് നമ്മൾ എത്ര തവണ എന്തൊക്കെ കാര്യങ്ങൾ മറന്നു പോകുന്നതാണ്. ഇപ്പോൾ ഫോൺ മറന്നു പോകുന്നത് വളരെ അപൂർവമാണ്. കാരണം ഫോൺ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാഗമായി കഴിഞ്ഞു. നമ്മുടെ സാമ്പത്തിക സംവിധാനങ്ങൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം അതാണ്. അപ്പോൾ ഇത്രമേൽ അതിനകത്തേക്ക് ഒരാൾ, അതും സർക്കാർ, ഇത്രയും മാത്രം വൈവിധ്യമുള്ള ഒരു രാജ്യത്തിൻ്റെ സർക്കാർ ഇടപെടുന്നത്, പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ടാകുന്നത് സ്വകാര്യതയെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നമാണ്. നമ്മുടെ ഈ അവനവൻ ബോധ്യത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റാണ്, ഒരു സർവേലൻസ് ആണ്. അങ്ങനെ സർവേലൻസ് വിധേയമാക്കാണ് മുഴുവൻ രാജ്യത്തെയും എന്ന് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ആലോചിച്ചില്ല എന്നത് വളരെ അത്ഭുതപ്പെടുന്നതാണ്. കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വകാര്യതാ സംരക്ഷണവും, അവർ ഫ്രീ ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുന്നുണ്ട്, അവർക്ക് അവരുടെ ജീവിതമുണ്ട് എന്ന മട്ടിലുള്ള അതല്ലാതെ അതിന് പുറത്തൊരു അമിതാധികാര ഇടപെടലായിട്ട് വ്യക്തികൾ പ്രജകളായിട്ട് കണ്ടിട്ട് അവരെ മുഴുവൻ മുകളിലും ഞങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ചില സാധനങ്ങൾ ഫിക്സ് ചെയ്യാം എന്ന മറ്റുള്ളൊരു ആലോചനയായിപ്പോയി. അത് ഇപ്പോഴും നമുക്കതിനെ പൂർണ്ണമായിട്ട് എന്തെങ്കിലും ദോഷമുള്ളൊരു ആപ്പാണോ എന്ന് നമുക്ക് അറിയ പോലുമില്ല. പക്ഷേ പ്രീ ഇൻസ്റ്റാൾ ചെയ്യും എന്നാൽ അത് കമ്പനികൾക്ക് മുൻകൂർ ആയിട്ട് കൊടുത്തിട്ട് നിങ്ങളെ ഫോൺ വാങ്ങുമ്പോൾ തന്നെ എല്ലാ ഫോണുകൾക്കും ഇതുണ്ടാവും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരാമെന്ന് സംശയമുള്ളത്. ആ കാര്യം കേന്ദ്ര സർക്കാർ ആലോചിച്ചില്ല എന്നത് അപ്പം തന്നെ ഒരു കുഴപ്പം പിടിച്ച കാര്യമാണ്. അത് മാത്രമല്ല, ഇത് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ നമുക്കത് പോയാൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ എന്താണ്, അതിൽ നമ്മൾ എന്തിലേക്കൊക്കെയാണ് ആക്സസ് ചോദിക്കുന്നത്, നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് മുതൽ ക്യാമറ മുതൽ ഇതിൻ്റെ ബാക്കി മറ്റെല്ലാ സംവിധാനങ്ങളിലേക്കും എല്ലാ ആപ്പുകളിലേക്കും ഒക്കെയുള്ള ഒരു എൻട്രി ആയിട്ടാണ് എല്ലാ ആപ്പും ചോദിക്കും. ഈ ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് ആ നിലയ്ക്ക് സർക്കാർ തന്നെ ഏർപ്പാടാക്കി വരുമ്പോൾ സ്വാഭാവികമായും അത് ആ നിലയ്ക്കുള്ള സംശയങ്ങൾ ഉയരും. എന്തിനാണ് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത്? ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ആപ്പിൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമാണ്. ആപ്പിളാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നവരാണ്. അവർക്ക് തരക്കേടില്ലാത്ത മാർക്കറ്റ് ഷെയർ ഒക്കെ ഉള്ളതാണ് ഇവിടെ. പക്ഷേ അവരത് പറ്റില്ല എന്ന് തന്നെ കൃത്യമായി പറയുകയും ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി തുടർ ചർച്ചകളിലേക്ക് ഒരുപക്ഷെ അത് പോയേക്കും എന്നുമാണ് മനസ്സിലാക്കുന്നത്. ഫെബ്രുവരി നടപ്പാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് അത് നിരസിക്കാൻ അവർ പറഞ്ഞിരിക്കുന്ന ചില കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ iOS-ന്റെ സെക്യൂരിറ്റി മോഡലിന് വിരുദ്ധമാണ് ഇത്. കാരണം ഇത് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് ആ രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. യൂസർ പ്രൈവസി ലംഘിക്കുന്നതും ഡിവൈസ് സെക്യൂരിറ്റി ദുർബലമാക്കുകയും ചെയ്യുന്ന സമീപനമായിരിക്കും ഇത് എന്നാണ് ആപ്പിൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഉപയോക്താക്കൾക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷന് പൂർണ്ണ നിയന്ത്രണം നൽകണം എന്നുള്ളതാണ് അവരുടെ സമീപനം. അതാണ് സ്വാതന്ത്ര്യം. ഒരു മനുഷ്യൻ്റെ അവനവൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ പലതാണ്. ഇപ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ച് രഹസ്യമില്ല എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും അങ്ങനെയല്ലല്ലോ സ്വകാര്യതയെ കാണേണ്ടത്. ഈ രഹസ്യവും സ്വകാര്യതയും രണ്ടാണ്. രണ്ട് തരത്തിലാണ് അതിനെ വിലയിരുത്തേണ്ടത്. അപ്പോൾ ആ സ്വകാര്യത എന്നത് സംരക്ഷിക്കേണ്ടത് സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ ഭാഗമായി തന്നെ വേണം അതിനെ നമ്മൾ കണക്ക് കൂട്ടാൻ. സ്വാതന്ത്ര്യം എന്നത് നമ്മളുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള അവകാശം കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക്, അതായത് മുഴുവൻ പൗരന്മാരെയും ഒറ്റയടിക്ക് നിരീക്ഷണത്തിൽ വെക്കാൻ ഉതകുന്ന ഒരു സംവിധാനമായി വേണമെങ്കിൽ ഇത് എളുപ്പത്തിൽ പ്രവർത്തിക്കാം. കാരണം ഇത് ട്രാക്കിംഗ് ആണ്. ഈ സഞ്ചാർ സാഥി എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസാണ്. ആ ട്രാക്കിംഗ് ഡിവൈസ് എന്തിനാണ് ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഗൂഗിൾ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടു കിടക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച് നമ്മൾ നടപ്പാക്കുന്ന ഒരു സംവിധാനമാണ്. ആ രീതിയിലാണെങ്കിൽ ഓക്കെ. ഇതങ്ങനെയല്ല ഇവർ സർക്കാർ ഇതിനകത്തിപ്പോൾ കേന്ദ്രം അല്ലെങ്കിൽ ടെലികോം മന്ത്രി നേരിട്ട് തന്നെ വന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തോന്നൊക്കെ പറഞ്ഞെങ്കിൽ ഉദാരതാ സമീപനം കാണിച്ചെങ്കിലും ഇത്ര വലിയതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു തീരുമാനമെടുത്തിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവൈസിലേക്ക് ഞങ്ങൾ ഇങ്ങനൊരു കാര്യം പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഈ രാജ്യത്തെ പൗരരുടെ സ്വകാര്യതയെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു പോലും ഇല്ലേ എന്നതാണ് ഇതിനകത്ത് ഏറ്റവും ബേജാറുണ്ടാകുന്നത്. നവംബർ 28-നാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു പൊതുചർച്ചയില്ല, പാർലമെന്റിന്റെ അംഗീകാരമില്ല, ഒന്നുമില്ലാതെയാണ് ഇത് പുറത്തിറക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഡിക്റ്റേറ്റർഷിപ്പാണ് എന്ന് തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ വിലയിരുത്താനും കഴിയൂ. വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായ യുവാൽ നോവ ഹരാരിയുടെ ഒരു നിരീക്ഷണമുണ്ട്. ഇക്കാലം വരെ മൊബൈൽ ഫോണിൻ്റെ ടച്ച് സ്ക്രീനിൽ നിങ്ങളുടെ വിരലമർത്തുമ്പോൾ ഭരണകൂടത്തിന് അറിയേണ്ടിയിരുന്നത് നിങ്ങൾ എന്താണ് തിരഞ്ഞത് എന്ന് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബയോമെട്രിക് വെയറബിൾസിൻ്റെ
കാലമാണ്. നിങ്ങളുടെ ചങ്കിടിപ്പും മറ്റ് ആരോഗ്യ വിവരങ്ങളും മുതൽ നിങ്ങളെ ചിരിപ്പിക്കുന്നതും കരയിക്കുന്നതും കോപാകുലനാക്കുന്നതും എല്ലാം എന്താണെന്ന് വരെ മൊബൈൽ ഫോൺ വഴി ഇന്ന് ചോർത്താം. മഹാമാരി കാലത്ത് തീവ്രവാദ വിരുദ്ധ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ കൊറോണ വൈറസ് ബാധിതരെ നിരീക്ഷിക്കാൻ വേണ്ടിയും ഉപയോഗിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടത് നമുക്ക് ഓർമ്മയുണ്ട്. പാർലമെന്റിന്റെ എതിർപ്പുകളെ ഒരു അടിയന്തര ആജ്ഞാപത്രത്തിലൂടെയാണ് നെതന്യാഹു അന്ന് മറികടന്നത്. അത്തരം അനുഭവങ്ങൾ ലോകത്തുള്ളതുകൊണ്ടാണ് ഒരു ആപ്പ് നിർബന്ധിതമാക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ആശങ്ക തോന്നുന്നത്. ആരുടെ മനസ്സിലാണോ കള്ളത്തരമുള്ളത് അവർ സഞ്ചാർ സാഥി ആപ്പ് ഉപയോഗിക്കില്ല. BJP വക്താവ് സംബിത് പാത്രയുടേതാണ് ഈ പ്രതികരണം. സഞ്ചാർ സാഥി ആപ്ലിക്കേഷനിലൂടെ കേന്ദ്രം നടപ്പാക്കാൻ പോകുന്നത് സ്വകാര്യതാ ലംഘനം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചപ്പോൾ അതിനെ ധാർമ്മികതയുടെ തട്ടുവച്ചാണ് അളക്കുന്നത്. പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ ഇത്തരം ബാലിച്ച പ്രതികരണങ്ങൾ കൊണ്ട് മറികടക്കാനാകുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ആർഡിക്സിലൂടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.